Mesmerizing wedding collection. Tejaswini by Chungat Jewelry. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. അങ്കമാലി നഗരസഭയിൽ അക്കൗണ്ട് വിപുലീകരിക്കാനൊരുങ്ങി BJP. നിലവിലുള്ള 2 അംഗങ്ങളിൽ നിന്ന് 2 അക്കത്തിലെത്താനാണ് തീരുമാനം. ഇതിനായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് അങ്കമാലിയിൽ നേരിട്ടെത്തി. കോതകുളങ്ങര 3-ാം വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും നടന്നു. അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ 2 കൗൺസിലർമാരെ BJP കൗൺസിലർമാരെ നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചു. നമ്മൾ 2 BJP കൗൺസിലർമാരെ വിജയിപ്പിച്ചത് കൊണ്ട് നമുക്ക് പല നേട്ടങ്ങൾ നമുക്കറിയാം ഈ അങ്കമാലി നഗരസഭയ്ക്ക് വരെ നേടാൻ കഴിഞ്ഞു. അതിലൊന്നാണ് നമ്മുടെ ക്രിമേഷൻ സെന്റർ. നമുക്കറിയാം ഒരു ആധുനികമായിട്ടുള്ള ഒരു പൊതു ശ്മശാനം ഉണ്ടായിരുന്നില്ല അങ്കമാലിക്ക്. അത് ഏകദേശം യാഥാർത്ഥ്യമാകുന്ന അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ വാർഡിലെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ പദ്ധതികൾ, നമ്മുടെ ജൽജീവൻ മിഷൻ പോലുള്ള അമൃത് പദ്ധതിയാണ് ഇവിടെ നടന്നത്. ആ പദ്ധതികൾ, ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ, അതുകൂടാതെ BJP കൗൺസിലർമാരും BJP ടീമും നടത്തുന്ന അവരുടേതായ പ്രവർത്തനങ്ങൾ എല്ലാം നമ്മൾ കണ്ടതാണ്. അതെല്ലാവരും നമ്മുടെ അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ ഓരോ പൗരന്മാരും അത് വിലയിരുത്തിയതുമാണ്. അവരുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സീറ്റുകൾ നേടി നമ്മളുടെ ഒരു ഭരണത്തെ നിയന്ത്രിക്കാനുള്ള രീതിയിലുള്ള ഒരു കക്ഷിയായിട്ട് നമ്മളെ BJP ഇത്തവണ ഭരണം നമ്മളുടെ മുനിസിപ്പൽ കൗൺസിലിൽ അതിനുള്ള ശക്തി പ്രാപിക്കണം എന്നതാണ് നമ്മളുടെ ഇതിലൂടെയുള്ള ലക്ഷ്യം തന്നെ. അതിലേക്ക് നമുക്ക് ഏറെ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും അതുകൂടാതെ
നമ്മളുടെ സ്ഥാനാർത്ഥികൾക്ക് ഉത്തേജനം നൽകാനുമായിട്ടാണ് നമ്മളിവിടെ ഒരു പരിപാടി ഇങ്ങനെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിലേക്ക് ഏവരെയും വീണ്ടും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അത് പ്രസംഗത്തിലേക്ക് നോക്കിക്കുന്നില്ല, എന്നിരുന്നാലും ഒരു പരിപാടിയുടെ ആവശ്യകതയെ പറ്റി നേരത്തെ സ്വാഗതം സൂചിപ്പിച്ച നമ്മുടെ സഞ്ജു കൗൺസിലറും കൂടിയായിട്ടുള്ള സന്ദീപേട്ടൻ പറയുകയുണ്ടായി. ഭാരതീയ ജനതാ പാർട്ടി ഈ തവണ അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ പൂർണ്ണമായും എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് തന്നെ ഈ മുനിസിപ്പാലിറ്റിയുടെ ഒരു മുഖ്യ പ്രതിപക്ഷം എന്ന രീതിയിൽ എത്തിച്ചേരുന്നതിനുള്ള പ്രവർത്തനത്തിലാണ് നാം ഓരോ പ്രവർത്തകരും വാർഡ് തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം നാം എടുത്തു പറയുന്നത് ഒരു വികസിതമായിട്ടുള്ള അങ്കമാലിയെ തന്നെയാണ്. കാരണം രണ്ട് കൗൺസിലർമാർ വന്നതിന് ശേഷമാണ് ഈ അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ എത്രത്തോളം കേന്ദ്ര പദ്ധതികൾ ലഭ്യമായിട്ടുണ്ടെന്ന് ഈ പുറം ലോകം അറിഞ്ഞത് തന്നെ. സ്വാഭാവികമായിട്ടും അതിന് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ട് കൗൺസിലർമാർ തന്നെയാണ്. നമുക്കറിയാം, ഒന്ന് AV രഘുചേട്ടനും മറ്റൊന്ന് സന്ദീപ് ശങ്കറും. ഇവരെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഈ അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ ഒരു മുഖ്യ പ്രതിപക്ഷമാവാൻ വേണ്ടി ഇന്ന് ആദ്യഘട്ടത്തിൽ ഒരു 16 സ്ഥാനാർത്ഥികളെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. അവരുടെ പേരുകൾ നമ്മൾ പറയും, അവരെ സ്വീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരും നാളുകളിൽ പല പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് നമുക്കറിയാം, അങ്കമാലിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കോൺഗ്രസിന്റെയും CPM-ന്റെയും എല്ലാ ഒരു ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു സ്ഥലമാണ് അങ്കമാലി. സ്വാഭാവികമായിട്ടും ഇവരുടെ സ്ഥാനാർത്ഥികളുടെ നിശ്ചയവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അവരുടെ പാർട്ടികൾക്ക് തന്നെയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പല ആളുകളും നമ്മളിലേക്ക് വരാൻ തന്നെ തയ്യാറായിട്ട് നിൽക്കുകയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായിട്ട് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇല്ലാത്തത് തന്നെ. അധികം വൈകാതെ അവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വൈകാതെ തന്നെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥിയെ നമ്മൾ പ്രഖ്യാപിക്കുന്നതായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഭരിച്ചുകൊണ്ടിരുന്ന മുനിസിപ്പാലിറ്റിയുടെ ഭരണ പരാജയത്വമൊന്നും ഞങ്ങളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വികസിതമായിട്ടുള്ള അങ്കമാലി, വികസനം അങ്കമാലി എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ ഈ അങ്കമാലിയിലെ ഓരോ വാർഡിലും ലഭ്യമായിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ പത്രമാധ്യമങ്ങളിലൂടെ തന്നെ ഓരോ വാർഡ് കൗൺസിലർമാരും അത് എണ്ണി കൃത്യമായി അത് അവതരിപ്പിക്കുകയുണ്ടായിരുന്നു. അപ്പോ ആ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തവണ ഇലക്ഷനെ നേരിടുന്നത്. അതിന്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു തീരുമാനവും അത് തന്നെയാണ്. വികസിത കേരളവും എല്ലാവർക്കും ഒപ്പം എന്നതുപോലെ മാറാത്തത് ഇനി മാറും. ഓൾറെഡി 2020 വേങ്ങൂരും അതോടൊപ്പം തന്നെ കോതമംഗലവും മാറിക്കഴിഞ്ഞു. ബാക്കി വാർഡുകൾ ഈ ഒരു ഇലക്ഷൻ 2021 നടക്കുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാറുമെന്ന് ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അതോടൊപ്പം തന്നെ ഈ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് ഇനിയൊരു 25 ദിവസം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. കഴിഞ്ഞ കുറേ മാസമായി തിരഞ്ഞെടുപ്പിൻ്റെ വിവിധങ്ങളായിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു നമ്മളെല്ലാവരും. ഇന്നിപ്പോൾ നേരിട്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് നമ്മളെല്ലാവരും ഇറങ്ങുകയാണ്. വലിയ പ്രതീക്ഷയാണ് ഭാരതീയ ജനതാ പാർട്ടിയെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുള്ളത്. ആ പ്രതീക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നാം ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്ന ആശയങ്ങളാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട വേദികളാണ് എന്ന അഭിപ്രായം നമുക്കാർക്കുമില്ല. രാഷ്ട്രീയത്തിനപ്പുറത്ത് ഓരോ നാടിൻ്റെയും വികസന പ്രശ്നങ്ങൾ സജീവമായി ചർച്ച ചെയ്യുകയും അതിനെല്ലാം പരിഹാരം കാണുകയും ചെയ്യേണ്ട ഒരു വേദിയാണ് പ്രാദേശിക ഭരണസമിതികൾ എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാഴ്ചപ്പാട്. അതുകൊണ്ട് ഇപ്രാവശ്യം നാം ഒരു വികസിത കേരളം എന്നുള്ള ആശയമാണ് ജനങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത്. കേരളം രൂപീകൃതമായിട്ട് 7 പതിറ്റാണ്ടാവുകയാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ മാറി മാറി അധികാരത്തിൽ വന്നിട്ടുള്ള മുന്നണികൾ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഒരു പ്രാധാന്യവും കൽപ്പിച്ചില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിന്ന് മലയാളികൾ തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിൻ്റെ ഘട്ടത്തിലാണ് ഒരു വികസന സംസ്കാരം കേരളത്തിൽ കൊണ്ടുവരാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ആശയം നാം മുമ്പോട്ട് വെക്കുന്നത്. നമ്മൾ ആ ആശയം മുമ്പോട്ട് വെക്കുമ്പോൾ വലിയ സ്വീകാര്യതയാണ് ജനങ്ങളുടെ ഭാഗത്തുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം വികസനം എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പര്യായമായി ഇന്ന് നമ്മുടെ രാജ്യത്ത് മാറിയിരിക്കുന്നു. നാം വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ നാം കേവലം ഒരു മുദ്രാവാക്യമായിട്ട് പറയുന്നതല്ല. ഭാരതീയ ജനതാ പാർട്ടിക്ക്
അത് സാധിക്കുമെന്നുള്ള വിശ്വാസം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അങ്ങനെ വിശ്വസിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 11 വർഷക്കാലമായി രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് പ്രവർത്തനങ്ങളാണ്. ശ്രീ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തിലേറെയായി ഈ രാജ്യത്ത് സൃഷ്ടിച്ചിട്ടുള്ള അഭൂതപൂർവമായ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും വന്നിട്ടുള്ള പരിഷ്കാരങ്ങൾ, വികസന രംഗത്ത് നമ്മുടെ രാജ്യം കൈവരിച്ചിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ, ഇതെല്ലാം ഈ നാട്ടിലെ ഓരോ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് BJP വികസനത്തെ കുറിച്ച് പറയുമ്പോൾ അത് കേവലം ഒരു വായ്ത്താരി മാത്രമല്ല, അത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്നതാണ് എന്ന് ആളുകൾക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം മുന്നോട്ട് വെക്കുന്ന ഈ കാഴ്ചപ്പാടിന്റെ കൂടെ നിൽക്കാൻ ജനങ്ങൾ തയ്യാറാകുന്നത്. വികസിത കേരളം ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധ്യതപ്രായമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. വികസിത കേരളം എന്ന് പറയുമ്പോൾ ഓരോ പ്രദേശത്തിന്റെയും വികസനം ഉണ്ടാവണം. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അങ്കമാലിയിലെ ജനങ്ങളോട് നാം പറയുന്നത് അങ്കമാലിയുടെ വികസനത്തെ കുറിച്ചാണ്. ഒരു വികസിത അങ്കമാലി ഉണ്ടാവുക എന്നുള്ളതാണ് അങ്കമാലിയിലെ ജനങ്ങളോട് നമുക്ക് പറയാനുള്ളത്. ഓരോ നഗരങ്ങളും ഓരോ പഞ്ചായത്തുകളും വികസിക്കുകയും അതെല്ലാം സ്വയം പര്യാപ്തമാവുകയും അവിടെയെല്ലാം ജനങ്ങൾക്ക് അവിടെ വീട്ടുമുറ്റത്ത് വികസനം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അവിടെയാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിന്റെ മൊത്തം വികസനം ഉണ്ടാവുക. അപ്പൊ അതിനുവേണ്ടി ഒരു വികസിത അങ്കമാലി പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന ഒരു ജനവിധിക്ക് വേണ്ടി നാം ജനങ്ങളോട് വോട്ട് ചോദിക്കുകയാണ്. നാം മത്സരിപ്പിക്കുന്ന ഓരോ സ്ഥാനാർത്ഥിയും അതൊരു പ്രതിജ്ഞയെടുക്കൽ കൂടിയാണ്. രാഷ്ട്രീയത്തിനപ്പുറത്ത് വികസനമാവണം നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആശയം. രാഷ്ട്രീയത്തിന്റെയോ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ആരെങ്കിലും മാറ്റി നിർത്തുക എന്നുള്ള സമീപനമല്ല ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാവർക്കും സ്വീകാര്യമാകുന്ന രീതിയിൽ നാടിന്റെ പൊതുവികസനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവരെയും ചേർത്ത് നിർത്തി എല്ലാവരോടുമൊപ്പം ഈ യാത്ര മുമ്പോട്ട് കൊണ്ടുപോവുക, ഇതാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. ദേശീയ ജനാധിപത്യ സഖ്യം ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിന്റെ സാക്ഷാത്കാരമായി ഇനിയുള്ള 10-25 ദിവസക്കാലം എല്ലാവരെയും കാണാൻ, എല്ലാവരോടും ഈ സന്ദേശം എത്തിക്കാൻ, വികസനത്തിന്റെ സന്ദേശം എല്ലാ വീടുകളിലേക്കും എത്തിക്കാൻ, ആ സന്ദേശം എത്തിച്ചുകൊണ്ട് നമുക്ക് വലിയ വിജയം കൈവരിക്കാൻ ഈ അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ സാധിക്കുമാറാകട്ടെ. ഇവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഞാൻ വിജയാശംസകൾ നേരുന്നു. എല്ലാവരും ഒരുമിച്ച് ഈ അങ്കമാലിയിൽ ഒരു രാഷ്ട്രീയ മാറ്റമുണ്ടാക്കാൻ, പരിവർത്തനമുണ്ടാക്കാൻ തയ്യാറാകണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ മനോഹരമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അന്ത്യമാണ്. വാർഡ് 5 കല്ലുപാലം സെബി. വാർഡ് 11 വേങ്ങൂർ തെക്ക് ദിവ്യ പ്രവീൺ. വാർഡ് 12 കവരപ്പറമ്പ് അനൂപ് പി ആർ. വാർഡ് 14 തിരുനായത്തോട് അശോകൻ CK. സമാജം വാസന്തി പ്രശാന്ത്. കലേഷ്. വാർഡ് 30 ചെമ്മനൂർ വടക്ക് ചന്ദ്രൻ ടി. മാറല്ലേ ഒന്നും കേറുന്നുണ്ടോ? അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ നമുക്കറിയാം കഴിഞ്ഞ 5 വർഷമായിട്ട് കോതോളങ്ങര വാർഡിൽ നിന്നും വാർഡ് 3 നിന്നും വേങ്ങൂർ വാർഡ് 10 നിന്നും BJP സ്ഥാനാർത്ഥികൾ ജയിച്ച് കൗൺസിലർമാരായി വന്നിരുന്നു. നമുക്ക് അറിയാവുന്ന പോലെ അങ്കമാലിയിലെ ഏറെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ സാധിച്ചു. കൂടാതെ നമ്മളുടെ ഭരണകക്ഷി ചെയ്യുന്ന
എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് അവർക്ക് ഒരു തിരുത്തൽ ശക്തി പോലെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് കൂടെ നിന്നും എന്നാൽ അവർ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചും ഈ 5 വർഷം നല്ല രീതിയിൽ നമ്മളുടെ അങ്കമാലിയെ മുന്നോട്ട് നയിക്കാൻ സാധിച്ചു. അതുകൂടാതെ 5 വർഷമായിട്ട് ഇനി വളരെ വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന നമുക്ക് ആധുനികമായിട്ടുള്ള ക്രിമേഷൻ സെന്റർ നമുക്ക് അങ്കമാലിയിലില്ല. അതിനെതിരെ പല രീതിയിൽ നിവേദനം കൊടുത്തും പ്രമേയത്തിലൂടെയും സമരമുറകളിലൂടെയും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ക്രിമേഷൻ സെന്റർ ഇപ്പോൾ യാഥാർത്ഥ്യമായി ആയിരിക്കുകയാണ്. അതിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു കഴിഞ്ഞു. അതുകൂടാതെ കേന്ദ്ര പദ്ധതികളായിട്ടുള്ള അമൃത് പദ്ധതിയിലൂടെ നമ്മളുടെ പാർക്ക് നവീകരിക്കാൻ സാധിച്ചു. കൂടാതെ എല്ലാ ഭവനങ്ങളിലേക്കും ശുദ്ധജലം എത്തിക്കാൻ അതിലൂടെ സാധിച്ചു. അതുകൂടാതെ ശുദ്ധ ജലാശയങ്ങളെ നവീകരിക്കുന്നതിന് അമൃത് പദ്ധതിയിലൂടെ ഫണ്ട് കൈമാറി. കേന്ദ്ര പദ്ധതികളാണ് ഇന്ന് കാണുന്ന അങ്കമാലിയുടെ വികസനത്തിൽ ഏറെ പങ്കുമുള്ളത്. അത് മുഴുവൻ നല്ല രീതിയിൽ ചെലവഴിച്ചാൽ ഇതിലും വലിയ വികസന പ്രവർത്തനങ്ങൾ അങ്കമാലിക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിലേക്ക് നമ്മൾ ഇനി വരുന്ന സ്ഥാനാർത്ഥികളെ, അങ്കമാലിയിലെ മുനിസിപ്പാലിറ്റിയിലെ സ്ഥാനാർത്ഥികളെ ഓരോരുത്തരെയും വിജയിപ്പിച്ച് വികസിതമായ ഒരു അങ്കമാലി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഏവരുടെയും സഹായം ആവശ്യമാണ്. എല്ലാ വോട്ടുകളും BJP സ്ഥാനാർത്ഥികൾക്ക് നൽകി അവരെ ഉജ്ജ്വലമായ വിജയത്തിലൂടെ എത്തിച്ച് അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിലേക്ക് അങ്കമാലിയുടെ ഭരണം കൈമാറിയാൽ നമുക്കറിയാം നമുക്ക് സമീപത്തുള്ള പാലക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള മുനിസിപ്പാലിറ്റികളിലേക്ക് എത്ര നല്ല രീതിയിലാണ് കേന്ദ്ര ഫണ്ടുകൾ കൊണ്ടുവന്ന് അവിടെ വികസനങ്ങൾ നടത്തുന്നതെന്നറിയാം. അതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ അങ്കമാലിക്കും സ്വപ്നം കാണാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി. MV Jacko Jewelers, Angamali.